നമസ്കാരം, രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്ന്. ഇന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ ഒരു ക്ലാരിറ്റി വീഡിയോ ആണ് എടുത്തത്. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തെങ്കിലും ഈ വീഡിയോസിനൊക്കെ ആൾക്കാരെ വിളിക്കാറുണ്ട്. വീഡിയോസ് കണ്ടിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വശ്യമായാലും ആകർഷണമായാലും കൈവശമായാലും ഏത് വീഡിയോ ഇടുമ്പോഴും ആ വീഡിയോയുടെ ഉപരിയായി അല്ലെങ്കിൽ ആ വീഡിയോ ബേസ്ഡായിട്ട് വിളിക്കാറുണ്ട്. ചില കൂടുതലും വിളിക്കുന്ന വശ്യം, പിന്നെ ഈ പറഞ്ഞ കൈവശമൊക്കെ വിളിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മദ്യപാനം എങ്ങനെ നിർത്താം, അല്ലെങ്കിൽ മദ്യപാനികളെ വരാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ നിർത്താവുന്ന രീതികളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അതിന് മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കൊന്നും മരുന്ന് വിൽക്കാനുള്ള അധികാരമില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു, പല ആൾക്കാരും ഈ മരുന്ന് പൊടി, മദ്യപാനം നിർത്താനുള്ള പൊടിയുണ്ട്, അല്ലെങ്കിൽ ആയുർവേദ പൊടിയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമീപിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാം. ഒരിക്കലും അത് വാങ്ങി കഴിക്കരുത്. രണ്ട് കാര്യങ്ങളാണ്. ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ വേണം മരുന്നുകൾ കഴിക്കാൻ. അത് ആയുർവേദമായാലും പച്ചമരുന്നായാലും എന്തൊക്കെയായാലും അതിൻ്റെ അറിവുള്ളവരുടെ മേൽനോട്ടത്തിലായിരിക്കണം. കാരണം കിഴാർ നെല്ലി മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്നൊരു മരുന്നാണ്. പക്ഷേ ആ കിഴാർ നെല്ലിക്കകത്ത് കുറേ രാസവസ്തുക്കൾ കൂടിയുണ്ട്. അത് കൂടുതൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കിഴാർ നെല്ലി കഴിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം മാറുമെങ്കിൽ അതിന് കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള മൂലികൾക്കും ഒറ്റമൂലികൾക്കും കുറേ സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്ന മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം രോഗികളായിട്ടുള്ള ആളാണ്, വേറെ എന്തെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ അത് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ മരണത്തിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള പൂജാരിമാരോ മന്ത്രവാദികളോ ജ്യോതിഷന്മാരോ കർമ്മികളോ ഉസ്താദുമാരോ ഒക്കെ നിങ്ങൾക്ക് പൊടിയോ കള്ളുപൊടി നിർത്താനുള്ള പൊടിയോ എല്ലാം തരാമെന്ന് പറഞ്ഞാൽ അത് പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. കാരണം പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ, പ്രോപ്പർ ഡയറക്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഞാൻ മരുന്ന് വിൽപ്പന എന്നത് ഞാൻ അതിന് ഇങ്ങനെ ചെയ്യാം എന്ന് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് ഞാൻ മരുന്ന് വിൽപ്പനയോ അതിനുള്ള റെമഡീസോ ഒന്നും അല്ല നമ്മൾ പറയേണ്ടത്. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു പയ്യൻ വിളിച്ചിരുന്നു. അതിൻ്റെ നേരത്തെ തന്നെ വിളിച്ചതാണ്. എൻ്റെ അച്ഛൻ മദ്യപാനമാണ്, അത് നിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ മരുന്ന് കൊടുക്കുന്ന ആളല്ല, ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവരെവിടെയോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് മദ്യപാനം നിർത്താനുള്ള മരുന്ന് കഴിച്ചു. ഈ മരുന്ന് കഴിച്ച പിന്നെ ആള് ഭയങ്കര ഡിപ്രഷനാണ്, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, ബഹളം ഉണ്ടാക്കുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പം അതിനോടൊപ്പം തന്നെ അതിന് ലേശം ഇദ്ദേഹം മദ്യം കൂടെ അടിച്ചപ്പോഴത്തേക്ക് ഭ്രാന്ത് പോലെയായി. ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഈ മരുന്നുകൾക്ക്. കൂടുതലും മദ്യപാനം ടെംപ്റ്റേഷൻ നിർത്താൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മദ്യപാനം എങ്ങനെയാണ് നിർത്തുന്നത്, ഒരു വ്യക്തി വിചാരിക്കാതെ മദ്യപാനം നിർത്താൻ പറ്റത്തില്ല. അതിൻ്റെ ടെംപ്റ്റേഷൻ നമ്മുടെ ശരീരത്തിൽ ഈ മദ്യം ചെല്ലുമ്പോൾ റിജക്ഷൻ ആക്കാനുള്ള കാര്യങ്ങൾ, അപ്പോൾ അത് നമ്മളുടെ ശാരീരിക അവസ്ഥകളെ സന്തുലനം ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സാധനങ്ങളെയൊക്കെ മാറ്റിയിട്ടാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത്. അത് ചിലപ്പോൾ ശരീരത്തിന് ദോഷം ചെയ്യാം. എവിടെയോ ഒരിടത്ത് ഞാൻ കേട്ടറിഞ്ഞൊരു അറിവാണ്, മദ്യപാനം നിർത്താൻ പോയി മരുന്ന് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ജ്യോതിഷന്മാരും പൂജാരികളും കർമ്മികളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക. പൊടിയായാലും ഭസ്മമായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽ ഒന്നും ഇല്ലെങ്കിൽ പോലും അയാളുടെ സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ആയുസിൻ്റെ ഇതുകൊണ്ടോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതൊക്കെ ആ ചെയ്യുന്ന ആളുടെ തലയിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മദ്യപാനം നിർത്താമെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് മദ്യപാനം നിർത്താനുള്ള മരുന്ന് വാങ്ങി കഴിക്കാനുള്ള ഒരു ടിപ്സായിട്ട് എടുക്കരുത്. നമ്മളൊക്കെ ഈ കൈവശമായാലും മദ്യപാനമായാലും ഇങ്ങനെ ഉണ്ടെന്ന് അറിയിക്കാൻ, ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ സംഗതികളുണ്ട്, ഇങ്ങനെ കൈവശമുണ്ട്, ഇങ്ങനെ മദ്യപാനം ഇങ്ങനെ നിർത്താൻ വഴികളുണ്ട്. നമ്മളുടെ കയ്യിൽ ആ വഴികളൊന്നുമില്ല. കൈവിഷത്തിനാണെങ്കിലും കൈവിഷ പരിഹാരിണി എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട് കോട്ടക്കൽ ആയുർവേദശാല കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ റെഫർ ചെയ്തിരുന്ന ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഡോക്ടറെ ഇൻസ്ട്രക്ഷനോട് കഴിച്ചോളാനാണ് പറയുന്നത്. ഈവൻ പഞ്ചഗവ്യം പോലും നമ്മൾ പൂജിക്കാൻ മേടിച്ച പൊട്ടിക്കാതെ പോലും കൊടുക്കാറുണ്ട്. കാരണം ഈ പൊട്ടിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരോട് തന്നെ പറയുക, പഞ്ചഗവ്യം വാങ്ങിച്ച് കഴിച്ചോളാൻ പറയുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുക. അല്ലാതെ ഒരിക്കലും നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കുറേ നെയ്യും എടുത്ത് കുറേ ഇതെടുത്ത് കഴിക്കാൻ കൊടുക്കാതിരിക്കുക. കാരണം എന്തെങ്കിലും സമയദോഷം കണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് പാരയായിട്ട് വരും. ഇപ്പം കണ്ടില്ലേ, കഴിഞ്ഞ ദിവസവും ഒരു കേസ് നടന്നു. ഒരു കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു ജ്യോതിഷനെ, അദ്ദേഹം പ്രശ്നമൊക്കെ നടത്തുന്ന വലിയ പ്രശസ്തനായ പ്രഭാഷണം നടത്തുന്ന പ്രശസ്തനായ ജ്യോതിഷനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ട് പോയപ്പം തന്നെ മാധ്യമങ്ങൾ ഒരുപാട് അതിനെ കൊട്ടി ഘോഷിച്ചു. അതുകൊണ്ട് തന്നെ പേരുദോഷം വരാൻ എളുപ്പമാണ്.
അപ്പോൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക. മദ്യപാനം നിർത്താൻ ടെംപ്റ്റേഷനാണ് നിർത്തുന്നത്. അതിൻ്റെ ടെംപ്റ്റേഷൻ നിർത്തുന്ന സമയത്ത് വിത്ഡ്രോവൽ സിൻഡ്രം എന്ന് പറഞ്ഞൊരു പ്രശ്നം വരാറുണ്ട് കൂടുതൽ ആൾക്കാർക്ക്. മദ്യപാനം നിർത്തി കഴിയുമ്പോൾ ആ മദ്യപാനത്തിൻ്റെ ആ ആൽക്കഹോളിക് കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ വിത്ഡ്രോവൽ സിൻഡ്രം വരുന്ന സമയത്ത് ഇവർക്ക് ഭ്രാന്ത് പോലെ കാണിക്കാം, മാനസിക രോഗം പോലെ കാണിക്കാം, ദേഷ്യം പ്രശ്നങ്ങൾ കാണിക്കാം, ചിലർക്ക് സൈലന്റ് അറ്റാക്കുകൾ വരെ വരാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മദ്യപാനം നിർത്താൻ മരുന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ സർട്ടിഫൈഡ് ഡോക്ടർമാരുടെ, അല്ലാതെ വ്യാജ ഡോക്ടർമാരുടെ, ആയുർവേദ ഡോക്ടർമാരുടെ അടുത്തൊന്നും പോകാതെ തന്നെ സർട്ടിഫൈഡ് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നിർത്താൻ ശ്രമിക്കുക. നമ്മളെപ്പോലെ ഈ വീഡിയോ ഇടുന്നവരെ വിളിച്ചിട്ട് മദ്യപാനത്തിന് മരുന്ന് തരാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒന്നും മരുന്നൊന്നുമില്ല. നമ്മൾ മരുന്ന് വിൽപ്പനക്കാരുള്ള ഒരു മരുന്നും വിൽക്കാൻ അധികാരം ഞങ്ങളെപ്പോലുള്ളവർക്കില്ല. ഒരു മരുന്നും മദ്യപാനത്തിനെന്നല്ല ഒരു കാര്യത്തിനും മരുന്ന് വിൽക്കാനുള്ള അധികാരം നമ്മൾക്കില്ല. ഈവൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി പോലും നിങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാം. അവർക്ക് ഫാർമസി ഇല്ല, അവരുടെ ഇതിനുള്ള എംഫാം കഴിഞ്ഞവരോ ബിഫാം കഴിഞ്ഞവരോ അത് സർട്ടിഫൈഡ് ആൾക്കാർ അവിടെ ഉണ്ടാവും. അവരുടെ സർട്ടിഫിക്കേഷനിലാണ് പോകുന്നത്. അപ്പം നമുക്കൊരു മരുന്ന് പോലും എടുത്ത് വിൽക്കാനുള്ള അധികാരം ഇല്ലാത്ത നമ്മളെങ്ങനെ കൈവിഷത്തിനും മദ്യപാനത്തിനുള്ള മരുന്ന് വിൽക്കും? അപ്പം അതുകൊണ്ട് ദയവായിട്ട് ഈ മദ്യപാനത്തിന് വീഡിയോ കണ്ട് വിളിക്കുന്നവർ നിങ്ങൾ മദ്യപാനം നിർത്താൻ വേണ്ടി വിളിക്കണ്ട. ഇനി അങ്ങനെയുള്ള ദൂഷ്യഫലങ്ങളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കാൻ സംശയ നിവാരണത്തൊക്കെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ അതിന് വേണ്ടി ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ്. ഇതേപോലെ പല വീഡിയോസും നമ്മുടെ അനുഭവത്തിൽ നിന്നിരുന്നത് നമ്മൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ആഭിചാരം, ഗൂഢതന്ത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷുദ്രം ഒക്കെയുള്ള വീഡിയോ നമ്മൾ ഇടുമ്പം ഇത് നമ്മൾ ചെയ്തിട്ടല്ല ഇടുന്നത്. ഇങ്ങനെയുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് മദ്യപാനം നിർത്താനാണെങ്കിൽ, ഏതെങ്കിലും മരുന്ന് കഴിച്ച് നിർത്താനാണെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് നിർത്തുക. അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിർത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം. ഇല്ലെങ്കിൽ അത് പിന്നീടുള്ള എപ്പോഴും നമുക്കുണ്ടായിരുന്ന സംഗതി പെട്ടെന്ന് മാറുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ്, നമുക്ക് ശരീരത്തിൽ നിന്ന് മാറുന്ന ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. ആ സൈഡ് എഫക്റ്റ് കൗൺസിലിങ്ങിലൂടെയോ നിങ്ങളുടെ സ്നേഹപൂർവ്വമായ പരിചരണത്തിലൂടെയൊക്കെയാണ് കൗൺസിലിംഗ് ചെയ്ത് മാറ്റേണ്ടത്. മദ്യപാനി അറിയാതെ കൊടുത്തിട്ടല്ല മദ്യപാനം നിർത്തേണ്ടത്. മദ്യപാനി അറിഞ്ഞ് മദ്യപാനി മനസ്സോടെ മദ്യപാനം നിർത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നിർത്താൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എൻ്റെ വീടിനടുത്തൊക്കെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ മദ്യപാനം നിർത്തി ഒരുപാട് ആൾക്കാരുണ്ട്. അത് പൂർണ്ണമായിട്ടും മദ്യപാനി മനസ്സോടെ നിർത്തണം. അല്ലാതെ ഇടി കൊടുത്തും അടി കൊടുത്തും മരുന്ന് കൊടുത്തും നിർത്താവുന്ന ഒന്നല്ല. എങ്കിൽ പോലും അതിൻ്റെ ടെംപ്റ്റേഷൻ കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതൊക്കെ നിങ്ങൾ ഡോക്ടർമാരോട് റെഫർ ചെയ്യുക. അല്ലെങ്കിൽ ആയുർവേദത്തിലുണ്ടാവാം. സർട്ടിഫൈഡ് ഡോക്ടർമാർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ മാത്രം പോവുക. ജീവന് ഹാനിയാകുന്ന ഒരു സാധനം വാങ്ങി കഴിക്കരുത്. എപ്പോഴാണ് എന്താണ് സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു വീഡിയോയുടെ ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഇടുന്നത്. മദ്യപാനം മൂലമുള്ള ദൂഷ്യവശങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, മദ്യപാനത്തിന് മരുന്ന് ചോദിച്ച് വിളിക്കരുത്. എൻ്റെ കയ്യിൽ മരുന്ന് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ച് വിളിക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.